ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. നാരായണീയ പാരായണം 45-ാം ദശകം ബാലലീല. ഈ ഒരു ദശകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കുട്ടിക്കാലത്തെ ലീലകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകളെന്ന് പറയുന്നത് എത്ര വിവരിച്ചാലും മതിയാവില്ല. അത്രയ്ക്കും കൗതുകമുള്ളതാണ്, അത്രയും ഓമനത്വം ഉള്ളതാണ്. അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ആ ശൈശവകാലത്ത് കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ ഇഴയുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ അവർ വീട്ടിൽ തന്നെ ഒരു അലങ്കാരമായിരുന്നു എന്ന് പറഞ്ഞു. അവരുടെ പുഞ്ചിരിയും അവരുടെ താമര പോലുള്ള കൈകളും അതുപോലെ കാലുകളും ഒക്കെ അവിടെ ഉള്ളവരെയും വീട്ടിലുള്ളവരെയും പുറത്തുള്ളവരെയും ഒക്കെ ആകർഷിക്കുന്നതായിരുന്നു. പിന്നെ അതുപോലെ ഓടിക്കളിക്കുമ്പോൾ വീഴും, ചെളിയിലൊക്കെ വീഴും, എന്നാലും അവരെ വാരിയെടുത്തുകൊണ്ട് ഓമനിക്കുന്ന ഗോപികമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ പിന്നെ ഇതെല്ലാം ഈ കളികളൊക്കെ കണ്ടുകൊണ്ട് മുനിമാർ അവിടെ ആകാശത്തു നിന്ന് ഇതെല്ലാം കണ്ട് രസിക്കുന്നതാണ് പറയുന്നത്. ഭഗവാന്റെ ലീലകളെല്ലാം കണ്ട് രസിക്കുമെന്ന് പറയുന്നു. അതുപോലെ മടിയിലിരുത്തി യശോദ പാല് കൊടുക്കുമ്പോൾ ആ പുഞ്ചിരി മുളച്ച പോലെ ഉള്ള ആ ഒരു ചിരിയും അമ്മയുടെ മുഖത്ത് നോക്കിയുള്ള ചിരിയും ഇതെല്ലാം ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നു. പിന്നെ വളർന്നപ്പോഴാണെങ്കിൽ വളർന്നപ്പോൾ കുറച്ചുകൂടെ കുറുമ്പ് കൂടി എന്ന് പറയില്ലേ നമ്മളൊക്കെ. അപ്പോൾ അതെന്താണ്, പിന്നെ തത്ത, പൂച്ച, കന്നുകുട്ടികൾ എല്ലാമായിട്ട് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെയൊക്കെ ഓടുക, കളിക്കുക. പിന്നെ അതുപോലെ വീട്ട് ജോലിക്ക് പിന്നെ നിൽക്കുന്നവരെയൊക്കെ ശല്യപ്പെടുത്തുക. പിന്നെ അങ്ങനെ ഗോപികമാരിൽ നിന്ന് മാത്രമല്ല വെണ്ണയൊക്കെ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാചിച്ച് പുറകെ പോകും. അപ്പോൾ ആദ്യം കുറേ വെണ്ണ കഴിക്കുക. അതിങ്ങനെ തൊണ്ടയിൽ തടയുമ്പോൾ പറയും, അയ്യോ ഇങ്ങനെ തൊണ്ടയിൽ തടഞ്ഞു, അതുകൊണ്ട് കുറച്ച് പാല് കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെ പാല് കുടിക്കും. അങ്ങനെ വെണ്ണയും പാലും തൈരും ഒക്കെ കഴിച്ച് നടന്ന ഒരു കുട്ടിക്കാലമാണ് ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും ഉള്ളത്. പിന്നെ തന്നെ ഈ യാചന കുറച്ച് കാലം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തോന്നി ഇനി യാചിച്ചിട്ട് കാര്യമില്ല. കാരണം യാചിക്കുമ്പോൾ കുറച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ പോയിട്ട് മോഷണം തുടങ്ങി. അങ്ങനെ മോഷണത്തിൽ ഭഗവാൻ വളരെ വിദഗ്ധനായിരുന്നു എന്ന് നമുക്ക് പല കഥകളിൽ നിന്നും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ കണ്ണൻ്റെ എല്ലാ പ്രവൃത്തികളും തന്നെ നമ്മളെ രസിപ്പിക്കുന്നു, അവിടെ ഗോപികമാരെ രസിപ്പിച്ചു. ഇനി എല്ലാവർക്കും ആനന്ദം നൽകിക്കൊണ്ട് ഭഗവാനും കൃഷ്ണനും ബലരാമനും അങ്ങനെ എല്ലാവരെയും രസിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ടാണ് ആ ഒരു കുട്ടിക്കാലത്ത് കഴിഞ്ഞത്. അപ്പോൾ ആ ഭഗവാനോട് എന്നെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ ഭഗവാനെ എന്ന് ഗുരുവായൂരപ്പനോട് ഭട്ടതിരിപ്പാടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 45-ാം ദശകം ബാലലീല നാരായണീയ പാരായണം ധ്യാനം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതിയെ നമ. 45-ാം ദശകം ബാലലീല. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഐ സബലമുരാരേ പാണിജാനുപ്രചാരേ കിമപി ഭവന ഭാഗാൻ ഭൂഷയന്തോ ഭവന്തോ ചലിതചരണകഞ്ചൗ മഞ്ജുമഞ്ജീരശിഞ്ചാ ശ്രവണ കുതുകഭാജോ ചേരതുശ്ചാരുവേഗാത് മൃദുവിഹ സന്ധൗ ഉന്മിഷദ് ദന്തവന്തൗ വദനപതിതകേശൗ ദൃശ്യപാദാബ്ജദേശൗ ഭുജഗളിതകരാന്ത വ്യാലഗത് കങ്കണാംഗോ മതിം അഹരദം ഉച്ചൈ പശ്യതാം വിശ്വനൃണാം അനുസരതി ജനൗഘേ കൗതുകവ്യാകുലാക്ഷേ കിമപി കൃതനിനാദം വ്യാഹസന്തൗ ദ്രവന്തോ വലിതവദനപത്മം പൃഷ്ടതോ ദത്തദൃഷ്ടി കിമിവ
ന വിദദാധേ കൗതുകം വാസുദേവ. ദ്രുതഗതിഷു പതന്തൗ ഉത്ഥിതൗ ലിപ്തപങ്കൗ ദിവി മുനിഭിരഭംഗൈ സസ്മിതം വന്ധ്യമാനോ. ദ്രുതമതജനനീഭ്യാം സാനുകമ്പം ഗൃഹീതൗ മുഹുരപി പരിരബ്ധൗ ദ്രാഗ് യുവാം ചുംബിതൗ ച. സ്നുതകുജഭരം നംഗേ ധാരയന്തി ഭവന്തം തരളമതി യശോദാ സ്തന്യധാ ധന്യധന്യാ. കപടപശുപമധ്യേ മുഗ്ധഹാസാങ്കുരം തേ ദശന മുകുളഹൃദ്യം വീക്ഷ്യ വക്ത്രം ജഹർഷ. തദനുചരണചാരീ ദ്വാരകൈ സാഗമാരാൻ നിലയതി ദിഷു ഖേലൻ ബാലചാബല്യശാലീ. ഭവനശുഗവിലാളാൻ വത്സകാൻ ശാനുധാവാൻ കഥമപി കൃതഹാസൈർഗോപകൈർവാരിധോ ഭൂ. ഹലധരസഹിതസ്ത്വം എത്ര യത്രോപയാതോ വിവശ പതിതനേത്രാസ്തത്ര തത്രൈവ ഗോപ്യാ. വിഗളിതഗൃഹകൃത്യ വിസ്മൃത അപത്യഭൃത്യ മുരഹരമുഹുരതി അന്താകുല നിത്യമാസൻ. പതിനവനവനീതം ഗോപികാ ദത്തമിച്ഛൻ കളപദമുപഗായൻ കോമളം ക്വാപി നൃത്യൻ. സദയുവതിലോകൈരർപ്പിതം സർപ്പിർഷ്ണൻ ക്വചന നവവിഭക്വം ദുഗ്ധം അപ്യാബിഭസ്ത്വം. മമ ഖലു ബലിഗേഹേ യാചനം ജാതമാസ്താം ഇഹ പുനരബലാനാം അഗ്രതോ നൈവ കുർവേ. ഇതി വിഹിതമതി കിം ദേവസന്ത്യഞ്ജയാജ്ഞാം ദധിഘൃതം അഹരസ്ത്വം ചാരുണാചോരണേന. തവ ദധിഘൃത ഘോഷയോഷാ ജനാനാം അഭജത ഹൃദി രോഷോ ന അവകാശം ന ശോകഃ. ഹൃദയമഭിമുഷിത്വാ ഹർഷസിന്ധൗ ന്യതാസ്ത്വം സ മമ ശമയ രോഗാൻ വാദഗേഹാദിനാഥ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഈ ഒരു 45-ാം ദശകം ബാലലീല ശ്രീകൃഷ്ണ ഭഗവാന് ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. നാരായണ 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 നാരായണ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. യോഗീന്ദ്രാണാം തദംഗീഷധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരിസലയം നാദതേ പാദമൂലം. നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദസന്തോഹലക്ഷ്മീം. അജ്ഞാത്വാ തേ മഹത്വം യതി നിഗദിതം വിശ്വനാഥക്ഷമേധാ. ശ്രോത്രം ചെയ്ത സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാദ്. ദ്വേദാ നാരായണീയം ശ്രുതിഷു ജജനുഷാ സ്തുത്യതാ വന്ദനേന. സ്ഫീതം ലീലാവതാരൈരിതമിഹ കുരുതാം ആയുരാരോഗ്യസൗഖ്യം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. ഹരി ഓം.